KSRTC ബസ്സിൽ സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ വെച്ച് ബസ്സുവിന് സ്വീകരണമൊരുക്കി കോൺഗ്രസ്. പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് DCC സെക്രട്ടറി KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷനായിരുന്നു. അളഗപ്പ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, DCC സെക്രട്ടറി ഡേവിസ് അക്കര, രതി ബാബു, ഭാഗ്യവതി ചന്ദ്രൻ, ഷാജു കാളിയങ്കര, റെജി ജോർജ്, ദിനിൽ പാലപ്പറമ്പിൽ, KJ ജോജു, പോൾസൺ തെക്കുംപീടിക, TS രാജു, ആൻഡസ് കണ്ണമ്പുഴ, രജനി സുധാകരൻ, അനിൽ കുനിയത്ത്, സജീർ ബാബു, റീന ഫ്രാൻസ് എന്നിവർ പ്രസംഗിച്ചു. പൂമാലയിട്ട് സൗജന്യ യാത്രാ ബസ്സിനെ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചു. ലഡു വിതരണവും നടത്തി. കേരള സംസ്ഥാനത്ത് UDFന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരം ഏറ്റെടുത്തപ്പോൾ നടപ്പിലാക്കുന്ന ഇന്ദിരാ പ്രിയദർശിനി സൗജന്യ യാത്ര എന്ന പേരിലുള്ള ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ നമ്മൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളുടെ ആദ്യത്തെ ഭാഗം ഇന്ന് സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മുടെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് തോറും മണ്ഡലം തോറും ഇന്ന് UDFന്റെ നേതൃത്വത്തിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലും വലിയ ആഹ്ലാദ ദിനമായി ഈ പരിപാടിക്ക് വലിയ സ്വീകരണം കൊടുക്കാനായിട്ടുള്ള തീരുമാനം എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പുതുക്കാട് നിയോജകമണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഈ സ്വീകരണ പരിപാടി ഇവിടെ ഇന്ന് നടത്തപ്പെടുന്നത് എന്നറിയാം. ഇന്ന് കേരളത്തിൽ നമ്മളെ സംബന്ധിച്ച് ഒരു പുതുയുഗം ആരംഭിക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾക്കറിയാം, ഈ പദ്ധതി ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ നമ്മുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പ്രകടന പത്രിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഇവിടുത്തെ ജനാധിപത്യ നേതാക്കന്മാർ പറഞ്ഞത് ഈ പരിപാടി ഒരിക്കലും പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു മാസം തികയുന്നതിന് മുമ്പ് 3 ആഴ്ച മന്ത്രിസഭ തീരുമാനമെടുത്ത് ഈ വാഗ്ദാനം ഇന്ന് ഈ കേരളത്തിൽ നടപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഓരോ വീട്ടിലും നമ്മുടെ വീട്ടിലെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു പരിപാടിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ പരിപാടി മാത്രമല്ല, ഇനിയും 4 ചില പരിപാടികൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് നമുക്ക് നമ്മുടെ ഗവൺമെന്റ് കൂടെ നിന്നുകൊണ്ട് അതിന് പിന്തുണ കൊടുക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. സന്തോഷമുള്ള ഈ ദിനത്തിൽ ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള 5 ഗ്യാരണ്ടികൾ നടപ്പിലാക്കുന്ന വനിതകളുടെ സൗജന്യ യാത്രയുടെ ഉദ്ഘാടനം, അത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ ഈ ഒരു അവസരത്തിൽ നിൽക്കാണ്. അതിന് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഇന്നിവിടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ ദിനമായി ഇന്നിവിടെ ആചരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തില് ഇന്ന് ആഹ്ലാദ ദിനം ആചരിച്ചുകൊണ്ട് ഈ ചരിത്ര മുഹൂർത്തത്തെ വരവേൽക്കുന്നതിലാണ് മുഴുവൻ കേരളത്തിലെ ജനങ്ങളും ഇന്ന് എല്ലാവരുടെയും മനസ്സുകൾ ആ ആഹ്ലാദത്തിമർപ്പില്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഐക്യജനാധിപത്യ മുന്നണി കേരള സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് തിരിച്ചു വന്നപ്പോ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം അധികാരമേറ്റ് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നടപ്പിലാക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ ഈ ആഹ്ലാദ ദിനം ആചരിക്കാൻ നമുക്ക് അവസരം ലഭിച്ചത്. നമുക്കറിയാം, ഈ കേരള സംസ്ഥാനത്തെ പാവപ്പെട്ട സ്ത്രീകൾക്ക്, സഹോദരിമാർക്ക്, അമ്മമാർക്ക് ഐക്യജനാധിപത്യ മുന്നണി കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദാനം കേരളത്തിലെ KSRTC ബസ്സുകളില് സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നുള്ളതാണ്.